അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഷെഫി ഉസ്താദിൻ്റെ പെണ്ണിൻ്റെ റൂമിൽ നിന്ന് പതുങ്ങിയുള്ള ആ ഒരു സംസാരം കേട്ടുകൊണ്ടാണ് ഉമ്മ അത് ശ്രദ്ധിച്ചത്. അവർ എന്തോ കാര്യമായിട്ട് പറയുന്നു. കുറേ സമയമായി ഫോൺ ചെയ്യുന്നു. പക്ഷേ അത് കേട്ടു നിൽക്കുന്നത് ഒരിക്കലും ശരിയല്ലല്ലോ. എൻ്റെ ഷെഫിമോനായിരിക്കും, പറഞ്ഞോട്ടെ. ഉമ്മ വിചാരിക്കുകയാണ്, റബ്ബേ അവരങ്ങനെയെങ്കിലും സ്നേഹം വളർത്തിയെടുക്കട്ടെ, അല്ലാതെ ഇപ്പം എന്താ. ജീവിതം കുറച്ച് കാലമുള്ളൂ, എൻ്റെ കുട്ടികൾ സുഖത്തിൽ ജീവിക്കട്ടെ. ഉമ്മ കോലായിൽ ഇരുന്നു ഒരു മുസ്ഹഫ് എടുത്തുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോലായിക്കടുത്തുള്ള ആ റൂമാണ് അവരുടേത്. അതുകൊണ്ട് തന്നെ ശരിക്കും വ്യക്തമായി കേൾക്കാമായിരുന്നു. ഷെഫി ഉസ്താദ് സംസാരിക്കുകയല്ലേ എന്ന് കരുതിയിട്ട് ഉമ്മ കോലായിൽ നിന്ന് എഴുന്നേറ്റ് നേരെ ഉമ്മ കിടക്കുന്ന റൂമിലേക്ക് ചെന്നു. റബ്ബേ സംസാരിച്ചോട്ടെ, അവരാകുമ്പോൾ അത് നല്ല റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി കഴിയാനുള്ള എന്തെങ്കിലും സംസാരങ്ങളൊക്കെ ആക്കിക്കോളും. ഉമ്മ ശല്യം ചെയ്യാതെ തന്നെ റൂമിലേക്ക് പോയി. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴതാ ഷെഫി ഉസ്താദ് ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഉമ്മ ഫോൺ എടുക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും മോനെ. ആ ഉമ്മ. അല്ല മോനെ, എന്തൊക്കെ ഉമ്മാൻ്റെ കുട്ടീൻ്റെ വർത്താനം? സുഖല്ലേ? വിളിയൊക്കെ കഴിഞ്ഞില്ലേ? ഉമ്മ, ഞാൻ സീനത്തിൻ്റെ ഫോണിലേക്ക്. അല്ല മോനല്ലേ വിളിച്ചത്? ആ ഞാൻ വിളിച്ചിരുന്നു, പക്ഷേ ബിസിയാണ് ഉമ്മ, ഭയങ്കര ബിസി. എത്രയൊക്കെ തന്നെ വിളിച്ചാലും ബിസിയാണ്. ഓ എന്തൊരു പഠിത്തമാണിത്, ഞാൻ വിചാരിക്കുകയും ചെയ്യും. ഒരു നിമിഷം ഉമ്മ വിചാരിച്ചു, പഠിച്ചോനെ അപ്പം എൻ്റെ മോനല്ലേ ഇതുവരെ വിളിച്ചത്? ആരാണ് ബിസി എന്ന് പറയാനേ? ഇനി ചിലപ്പോൾ അവർ ഉമ്മയോ വീട്ടുകാരൊക്കെ ആയിരിക്കും. ആ ഉമ്മാരോടും വീട്ടുകാരോടും ഒക്കെ സംസാരിക്കുമ്പോൾ ഒരുപാട് സംസാരിക്കുമല്ലോ. ആയിക്കോട്ടെ. എന്നാലിപ്പോൾ അവരോട് ഇത്രമാത്രം ഇങ്ങനെ കുറുകാൻ എന്താ ഉള്ളത്? ഇത്രക്ക് രഹസ്യമായിട്ട് വാതിലൊക്കെ അടച്ചു കുറ്റിയിട്ട് ആ വീട്ടുകാരെന്തെങ്കിലും പറയായിരിക്കും. ആയിക്കോട്ടെ മോനെ. ഉമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തേ മോനെ? ഉമ്മ ഇന്നൊന്ന് ചോദിച്ചു നോക്കണം ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. ആ ഒരു കാര്യം പറഞ്ഞാൽ ഉമ്മ കേൾക്കുമോ? പൊന്നുമോനെ അത് വേണ്ടടാ, അവർ വീട്ടുകാർക്കൊക്കെ ആയിരിക്കും. ആയിക്കോട്ടെ ഉമ്മ, കുഴപ്പമില്ല. ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. പലതവണ ഷെഫി ഉസ്താദ് വിളിക്കുമ്പോഴും അവൾ ബിസിയാക്കുകയായിരുന്നു എന്നതാണ് പറഞ്ഞത്. ഷെഫി ഉസ്താദ് ചിന്തയിലേക്ക് മുഴുകുകയാണ്. റബ്ബേ, അറബ് നാട്ടിലേക്ക് വരുന്നു, ക്യാഷ് ഉണ്ടാക്കുന്നു, എല്ലാം ആകുന്നു, പക്ഷേ സ്വന്തം ഭാര്യ എന്നും ഇതന്നെ സ്ഥിതി. വീട്ടിലെ കുറിച്ച് ആലോചിക്കുമ്പോഴേ സമാധാനമില്ല. എന്നാൽ ഈ സമയം അതാ കോളിംഗ് എല്ലാം കഴിഞ്ഞ് അവൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഉമ്മ അറിയാത്ത രീതിയിൽ ചോദിച്ചു, സീനത്തെ എന്താ? ഷെഫി കുറേ വിളിച്ചെന്ന് പറഞ്ഞു എൻ്റെ ഫോണിക്ക്. അല്ലെങ്കിലും ക്ലാസ് ഇറക്കുമ്പോഴൊരു വിളിയാണല്ലോ, എനിക്ക് താല്പര്യമില്ല അതൊന്നും എടുക്കാൻ. എന്നാലും എടി ഒന്ന് കട്ടാക്കി എടുത്തൂടെ? എൻ്റെ കെട്ടി മാപ്പിളല്ലത്. കെട്ടി മാപ്പിളായാലും ബാപ്പായാലും കാര്യം ആരോടും പറയണം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പലതവണ ക്ലാസ് എടുക്കുന്ന നേരത്തെ വിളിക്കരുതെന്ന്. ക്ലാസ് നടക്കുമ്പോൾ ഈ എന്തിനങ്ങനെ സംസാരിക്കണേ? ഉമ്മ, സൂമിലൊക്കെ ക്ലാസ് ഉണ്ടാവുമ്പോഴേ അവിടുന്ന് ഇവിടുന്നൊക്കെ സംസാരം ഉണ്ടാവും, അല്ലാതെ ഒരു കൂട്ടർ മാത്രമല്ല സംസാരിക്കുക. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല? എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഏതായാലും നോക്കിയും കണ്ടും നടന്നാൽ അവനാനും നന്ന്. അതല്ല വല്ല ചതിക്കുഴിയിലും ചാടാൻ പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ. എൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ ആ രീതിയിൽ അവളോട് സംസാരിച്ചിട്ടില്ല. അവൾക്ക് ദേഷ്യം കലി കയറി. അതെ, ഇമ്മയാണെങ്കിൽ ഉമ്മാൻ്റെ സ്ഥാനത്ത് ഉമ്മാൻ്റെ കാര്യം നോക്കിയാൽ മതി. മരുവോള കാര്യത്തിനെ കുറിച്ച് ഉമ്മ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു കാര്യമില്ല. സീനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല, നല്ലത് ഉദ്ദേശിക്കുകയാണ്. കാരണം ഈ എൻ്റെ മരുമകളാണ്, അതായത് എൻ്റെ മോൻ്റെ ഭാര്യ. അനക്കെന്തേ പറ്റിക്കഴിഞ്ഞാൽ എനിക്കും എൻ്റെ സങ്കടം ഉണ്ടാവും, എൻ്റെ മോനക്കും ഉണ്ടാവും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് നേരത്തെ കാലത്ത് ഇങ്ങനെ പറയണത്. എൻ്റെ ഷെഫ് എന്നോട് സൂചിപ്പിക്കായിട്ടൊന്നല്ല. അപ്പം ഉമ്മയും മോനും കൂടി ഏഷ്യനും പരിദൂഷണം പറയുന്ന പരിപാടി ഉണ്ടല്ലേ? വലിയ ഉസ്താദാണ് പോലും. അല്ല, ഏഷ്യനും പരിദൂഷണം എന്നുള്ള നിലക്കല്ല. എൻ്റെ കുട്ടിക്ക് മനസ്സിനുള്ളിൽ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, സ്വപ്നങ്ങളൊക്കെ. അതൊക്കെ നിന്നിലൂടെ നിറവേറ്റണം എന്നും ആഗ്രഹമുണ്ട്. പക്ഷേ നിനക്ക് അതിനൊരു താല്പര്യമില്ല, പിന്നെ എന്ത് ചെയ്യണത്? അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പഠനം കാര്യങ്ങളും കഴിഞ്ഞിട്ട് എനിക്ക് എന്തിനും എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്നുള്ളത്. അല്ലാതെ നിങ്ങൾ വെറുതെ വേണ്ടാത്തതിന് വരാൻ നിൽക്കണ്ടെന്ന് പലതവണ ഞാൻ പറഞ്ഞേക്കണേ.
അതന്നെയാണ്. ഇനി ഫോണിൽ കൂടെ പറഞ്ഞ് വർത്താനം കേട്ട് പൂതിപ്പിച്ച് പറഞ്ഞാണ്ട് അടുത്ത മാസം തന്നെ അങ്ങോട്ട് ഓടി വരും. അതിനൊന്നും ഞാൻ സമ്മതിക്കൂല, എനിക്കത് ഇഷ്ടമില്ല കേട്ടോ. നിങ്ങൾ വേറെ എന്തേ വിഷയം പറയാണ്ടെങ്കിൽ പറയേ. ഇപ്പോൾ ഈ കാര്യത്തിനെ കുറിച്ചും ഫോണിനെ കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട് പല തവണ, ഇങ്ങനെ വിളിക്കരുതെന്ന്. സീനത്തെ ഓർത്ത് സൂക്ഷിച്ചും നടന്നോളി, എന്നാ നമുക്ക് നന്ന്. അല്ലാന്നുണ്ടെങ്കിലോ ഭാവി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാവി കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. നല്ല മട്ടത്തിലായ നല്ല മട്ടത്തിൽ തന്നെ. അന്നും അവൾ വേഗം കുളിച്ചൊരുങ്ങി ബാഗുമിട്ട് പുറത്തേക്ക് പോകുകയാണ്. ഉമ്മയോടൊന്ന് പറയുക പോലും ഇല്ല. സീനത്തെ ഈ എടുക്കാം, ഞാൻ പഠിക്കാൻ പോവാണ്. അതെന്തേ? എൻ്റെ ഇവിടുത്തെ പഠനം ഞാൻ വേറെ കോഴ്സിന് ചേർന്നിക്കണ്. എന്ത് കോഴ്സ്? ഞാൻ അക്കൗണ്ടിങ്ങിന്. അക്കൗണ്ടിങ്ങോ? അത് നിങ്ങൾക്കൊന്നും അറിയില്ല. അത് എത്ര മാസത്താണ്? അതൊരു കൊല്ലത്തും 6 മാസത്തൊക്കെ ഉണ്ട്. ഇപ്പം തൽക്കാലം ഞാൻ 6 മാസത്തിന് ചേർന്നിക്കണേ. എന്നും പോണേക്കൂല്ലേ? പിന്നെന്താ, പെരയിൽ നിന്ന് കണ്ട് പഠിക്കുക. ഓൺലൈനായിട്ട് കുറേ ഞാൻ പഠിച്ചില്ലേ, മതിയായി. ഇനി ഞാൻ കുറച്ച് എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെയാണ് പഠിക്കാൻ പോട്ടെ. സീനത്തെ മോളെ, എന്താ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ നിങ്ങളിങ്ങനെ പിന്നിന്ന് വിളിച്ചോളി. ആ മുടി ഒന്നാണ് മറച്ചാളടി, ഒന്നാ തട്ടൊന്നാണ് താത്തിട്ടാളി, അല്ലെങ്കിൽ ഒന്നാണ്ട് കൂട്ടിക്കെട്ടൊരു ക്ലിപ്പ് ഇട്ടാളി. ഇതിങ്ങനെ പാറി പറത്തി. അല്ല സീനത്തെ, എന്തെൻ്റെ മുന്നത്തെ മുടിയൊക്കെ ഇങ്ങനെ മുറിച്ചോ ഈയേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യത്തിൽ ഇടപെടരുതെന്ന്. ഇതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. ഞാൻ ഇന്നലെ ബ്യൂട്ടി പാർലറിൽ പോയിരുന്നു. പിന്നെ മുടി മറക്കുക എന്ന് വെച്ചാലേ അത്യാവശ്യം പൈസ കൊടുത്തിട്ടാണ് ഞാൻ ഈ മുടി ഇങ്ങനെ ആക്കിയത്. ഇതിൻ്റെ പേര് സ്ട്രൈറ്റ് ചെയ്യാന്നാണ്. ഇതേ അവർ ഷാമ്പൂ ഒക്കെ ഇട്ട് നല്ല രീതിയിൽ കഴുകി ഉണക്കി അങ്ങനെ ഉണ്ടാക്കണ ഓരോ മുടിയും വേറിട്ട് നിൽക്കുന്നുണ്ടില്ലേ. ഇത് പൈസ കൊണ്ട് ഉണ്ടാക്കിയ മുടിയാണ്, അല്ലാതെ വെറുതെ നിങ്ങൾ ചന്ദ്രിക സോപ്പും തേച്ച് ഉണ്ടാക്കിയതല്ല. അപ്പം അതിൻ്റേതായൊരു വില ഉണ്ടാവും. ഞാൻ അപ്പം ഇതിൻ്റെ മേൽക്കൂടെ തട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് കാര്യത്തിന് ഞാൻ ഈ വില കൊടുത്തൊക്കെ ഇത് ഉണ്ടാക്കിയത്? മോളെ സീനത്തെ, എൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്ത് പറയാണ് മോളെ, ആ മുടിയൊന്ന് മറിച്ചാളി. ഇങ്ങനെ ഇട്ട് പോകുമ്പോൾ അത് ആൾക്കാർ കാണുമ്പോൾ നരകത്തൊക്കെ ആവുമല്ലോ കുട്ടി. വെറുതെ നമ്മൾ ഓരോ പണി ഉണ്ടാക്കണ്ട, അതൊന്നാണ്ട് മറിച്ചാളി. ഞാൻ അങ്ങോട്ട് പറഞ്ഞെങ്കിൽ എന്നെ ഉപദേശിക്കാൻ വേണ്ടാന്ന്. സത്യം പറഞ്ഞാൽ ഉമ്മാക്ക് അത് വല്ലാത്തൊരു ഇടങ്ങാറുള്ള കാഴ്ചയാണ്. റബ്ബേ, ഞാനെൻ്റെ കുട്ടിനെ നല്ല രീതിയിൽ സോലിഹൊരു മോനാക്കി വളർത്തി. പക്ഷേ ഓനെ കിട്ടിയ പെണ്ണ് ഇത്രയധികം പറഞ്ഞു കേൾക്കാത്ത കുട്ടിയാകുമ്പോൾ മനസ്സിനുള്ളിക്കൊരു വിഷമം തോന്നണല്ല. അതുകൊണ്ടാണ് മോളെ. ഉമ്മ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. എന്താണ് നിങ്ങൾക്ക് വേണ്ടിയത്? ഞാനോട് അപേക്ഷിക്കണേ, ഈ ദയവായി ആ മുടിയൊന്ന് കെട്ടിയിട്ട് തട്ടൊന്ന് ശരിക്കിട്. ഹിജാബ് ഇടണം, മൊക്കനിടണം ഒന്നും ഞാൻ പറഞ്ഞില്ല. ഈ പുറത്ത് കൂടെ അയച്ചിട്ട് നിൽക്കണ ആ മുടിയൊന്ന് മറിച്ചാളിമ്മാൻ്റെ കുട്ടി. ഞാൻ പറഞ്ഞിക്കണ നിങ്ങളോട്, ഇത് സ്ട്രൈറ്റ് ചെയ്ത് മുടിയാണ്. പിന്നെ എന്ത് കാര്യത്തിൽ ഞാൻ അത് ചെയ്തത്? ഇത് കുറച്ചിങ്ങനെ മോഡലായി നിൽക്കട്ടെ, നനക്കാനൊന്നിനും പറ്റൂല. ഇതേ ഇങ്ങനെ എപ്പോഴും തട്ടൊക്കെ മേലക്കൂടിട്ട് എന്ത് കാര്യമുള്ളത്? ഞാൻ പറഞ്ഞിട്ട് എന്നോട് നിങ്ങൾ ഉപദേശിക്കേണ്ടത്. നിങ്ങൾ പൊയ്ക്കാനോടുന്നേ. എൻ്റെ ഇഷ്ടം ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കൂരല്ലേ? ഒന്ന് പോയി തരുമോ? പഠിച്ചോനെ, എന്താ ഞാൻ ഈ കാട്ടുക? എനിക്കറിയില്ലല്ലോ. എൻ്റെ കുട്ടിൻ്റെ ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് വിചാരിച്ച് നിൽക്കും. അവളെ ഉമ്മ നോക്കി നിന്ന്. റബ്ബേ, എത്രമാത്രം ഒരു ഹിന്ദുക്കൾ അല്ലെങ്കിൽ അമുസ്ലിങ്ങൾ വരെ അങ്ങനെയൊന്നും പോകൂല എന്നല്ല, അവരുടേതായിട്ടുള്ള മര്യാദയിലേ ഓല് പോവുള്ളൂ. പക്ഷെ മുസ്ലിങ്ങളായ പെൺകുട്ടികൾ എന്തിനാ റബ്ബെ ഇതിനെ നിൽക്കുന്നത്? അവരെ മതം പറഞ്ഞനുസരിച്ച് ഓൽക്ക് ജീവിച്ചാൽ പോരെ. എന്ത് കാര്യത്തിനാ റബ്ബെ ഇങ്ങനെ? ഉമ്മ കണ്ണുനീർ തുടച്ചു അകത്തേക്ക് പോയി. അല്ലാ ഹിദായത്ത് നൽകു റഹ്മാനെ. അല്ലാ നീ ഹിദായത്ത് കൊടുക്ക്. ഒന്നുമില്ലെങ്കിൽ എൻ്റെ മോൻ്റെ ഭാര്യയല്ലേ, പറയാനുള്ളൊരു അവകാശം എനിക്കുമില്ലേ? ആ വീട്ടുകാരെ നന്നാക്കണം എന്നൊക്കെയാണല്ലോ. അതിപ്പോൾ പഠിച്ചോനെ കുറേ നന്നാക്കാൻ വേണ്ടി നോക്കി, നന്നാവുമെന്ന് തോന്നുന്നില്ല. ഇതെന്താ റബ്ബേ ഇങ്ങനെ? എനിക്കറിയുന്നില്ല. എന്നാൽ ഈ സമയം അതാ ഷെഫി ഉസ്താദിൻ്റെ ഫർസാന എന്ന ജസീനയെ ചതിച്ച രാജേഷ്. അവൻ്റെ പക അത് മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ലായിരുന്നു. അവൾ എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ ഒരു മുത്താണ്. അതെ, അവളെ വെച്ച് ക്യാഷ് ഉണ്ടാക്കണമെന്ന് ഞാൻ കരുതിയതുമായിരുന്നു. പക്ഷേ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അവളെ മറ്റവൻ തട്ടിയെടുത്തിട്ടുണ്ടോ എന്നും എനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ വെറുതെ വിടില്ല ഞാൻ. അവൻ്റെ കുടുംബത്തിൽ ഞാൻ കയറി കളിക്കും. അവനാണ് എൻ്റെ പെണ്ണിനെ ഇവിടെ നിന്ന് തട്ടി മാറ്റിയതെങ്കിൽ
അവൻ്റെ കുടുംബത്തിൽ ഞാൻ കയറി കളിക്കും. അതിന് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. രാജേഷിൻ്റെ മനസ്സിൽ അതായിരുന്നു ചിന്തകൾ. കാരണം തൻ്റെ കൈകളിൽ നിന്ന് അവളെ തട്ടിമാറ്റിയെടുത്തത് അവൻ തന്നെ ആയിരിക്കാനാണ് സാധ്യത. അതെ, അവൻ സ്നേഹിച്ച പെണ്ണായിരുന്നല്ലോ ജസീന എന്ന ശ്രീലക്ഷ്മി. അവൾക്ക് പേര് വരെ ഞാൻ ഇട്ട് കഴിഞ്ഞു. എന്നിട്ട് പോലും അതിനിടയിൽ എൻ്റെ ഒരു കുഞ്ഞും അതവളുടെ വയറ്റിലുണ്ട്. ആ കാര്യം എനിക്ക് ഉറപ്പാണ്. തള്ളയാണോ ആരെന്നറിയില്ല, അവളെ തട്ടിമാറ്റപ്പെട്ടു ഇവിടെ നിന്ന്, എൻ്റെ കൺമുമ്പിൽ നിന്ന്. പക്ഷെ അവൾ ജീവിക്കുന്നുണ്ട് എവിടേക്കെയോ. ഞാൻ അവളെ കണ്ടു കിട്ടിയാൽ എന്തൊക്കെ തന്നെയായാലും അതിനുള്ള പക അത് ഞാൻ വീട്ടും. പക അത് വീട്ടാനുള്ളതാണ്, അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ തന്നെ. എന്നാൽ രാജേഷ് തൻ്റെ ഫ്രണ്ട്സുകളുടെ കൂടെ ആ ഒരു ബ്യൂട്ടി പാർലറിൽ തൊട്ടടുത്തായിട്ടുള്ള ആ ഒരു ഷോപ്പിൽ കാരം ബോർഡ് എന്തോ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിന്ന് സീനത്ത് ഇറങ്ങി വരുന്നത് കണ്ടത്. എടാ, ഏതാ പെണ്ണ്? കിളി പോലത്തെ ഒരു പെണ്ണാണല്ലോ. എന്താ മൊഞ്ച്? എടാ, അതൊക്കെ ഭാര്യ ഭർത്താവ് ഉള്ള ഫാമിലി ഉള്ളതായിരിക്കും, ഭർത്താവ് ഉള്ളതായിരിക്കും. എന്തായാലും എന്താടാ, ഭർത്താവ് ഉണ്ടെങ്കിൽ കുട്ടികളുണ്ടായാലോ, നമുക്കൊരു പെണ്ണായാലും മതി. എനിക്ക് പറ്റിയൊരു കിളി പോലുള്ളൊരു പെണ്ണിന് കിട്ടിയാൽ ഞാൻ വെറുതെ വിടില്ലല്ലോ. ആ, നീയൊന്ന് നോക്ക്, പറ്റുമെങ്കിൽ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അങ്ങനെ അതാ രാജേഷ് സീനത്തിൻ്റെ പിന്നാലെ നടക്കുക തുടങ്ങുന്നു. ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങിയ അവൾ നേരെ രാജേഷിൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. രാജേഷ് ചിരിച്ചുകൊണ്ട്, അതെ, ജസീനയ്ക്ക് കൊടുത്ത അതേ മരുന്നാണ് അവിടെയും പ്രയോഗിച്ചത്. മാഡം, എക്സ്ക്യൂസ് മീ, ഞാൻ ഹെൽപ്പ് എന്തെങ്കിലും, ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? അത് വേണ്ട. പിന്നെ ഓട്ടോ വിളിക്കണോ? അല്ല, വെയിലത്തെ ബ്യൂട്ടി പാർലറിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോഴേ കുറച്ച് കംഫർട്ടാകുന്ന നല്ലതാണ്, കുറച്ച് സേഫ്റ്റി. ഓക്കെ, പിന്നെ കൂട്ടുകാരൻ്റെ കാറുണ്ട് വേണമെങ്കിൽ. വേണ്ട. ഓക്കെ, സോറി കേട്ടോ, ഞാൻ ബുദ്ധിമുട്ടിച്ചതിൽ. ബുദ്ധിമുട്ടൊന്നുമില്ല. അവൾ പോയി. എടാ, എന്തെന്നറിയില്ല, എങ്ങനെയെങ്കിലും അവളെ ഒന്ന് വീഴ്ത്തണമല്ലോ. അതിപ്പോൾ ആരായിരിക്കും? അതൊക്കെ ഏതെങ്കിലുമൊക്കെ തറവാട്ട് പറഞ്ഞ ചെക്കന്മാരെ പെണ്ണുങ്ങളായിരിക്കട്ടെ. നീ വെറുതെ തല്ല് കൊള്ളാൻ നിൽക്കണ്ട. തല്ലൊന്നും എനിക്കൊരു വിഷയമല്ല. എനിക്ക് ആ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പെൺകുട്ടികളെ കണ്ടാൽ. അതെ, നീ കണ്ടില്ലേ ആ പെണ്ണിൻ്റെ ഡ്രസ്സിങ്? എന്ത് അടിപൊളിയായിട്ടാണല്ലേ ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, മുടിയെല്ലാം മനോഹരമാക്കി നല്ല ലിപ്സ്റ്റിക്കും മേക്കപ്പൊക്കെ ചെയ്ത് അതീവ സുന്ദരിയായിട്ട് എങ്ങനെയുണ്ടടാ? കൊള്ളാല്ലേ? കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. എന്താ, എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അവള് എവിടെ പഠിക്കുന്നോ? ഞാൻ ചോദിച്ചതുമില്ല. ആ ബ്യൂട്ടി പാർലറിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പിന് മുകളിലാണ് അവൾ പഠിക്കുന്നതെന്ന് രാജേഷിന് മനസ്സിലാകുകയാണ്. പിറ്റേ ദിവസം അവൻ അതേ സമയത്ത് അവിടെ എത്തിയിരിക്കുകയാണ്. അവളതാ ബസ്സിറങ്ങിക്കൊണ്ട് നടന്ന് വരുന്നു. രാജേഷ് തൻ്റെ മരുന്നുകൾ പ്രയോഗിക്കാൻ തുടങ്ങി. മാഡം, എന്താ വണ്ടിയിൽ ബൈക്കില്ലേ? ബൈക്കിന് പോകുന്നൂടെ? ഇല്ല. അല്ല, ബസ്സിനൊക്കെ വരുമ്പോഴേ ഈ ഒരു ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് കേടുവരൂലേ? അതൊന്നുമില്ല. അവൾ വേഗം കുണുങ്ങി മുകളിലേക്ക് കയറി പോകുന്നത് രാജേഷ് നോക്കി നിന്നു. താഴെ നിന്നും അവൻ വിളിച്ചു പറഞ്ഞു, അതെ, മൊഞ്ചായിട്ടുണ്ട് കേട്ടോ മൊഞ്ചത്തി. അല്ലെങ്കിലും ഈ ഉമ്മച്ചിക്കുട്ടികളെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. സത്യം പറഞ്ഞാൽ അത് കേട്ട് അവൾ വല്ലാതെ നാണിച്ചു. അവൾ അവളുടെ അക്കൗണ്ടിങ് ക്ലാസ്സിലേക്ക് കയറിപ്പോയി. എന്നാൽ തിരിച്ചു വരുമ്പോഴും അതേ സ്ഥലത്ത് തന്നെ അവൻ നിൽക്കുന്നുണ്ടായിരുന്നു. മാഡം, സോറി, ഞാൻ മേഡെന്ന് വിളിക്കുന്നുണ്ട്. എന്തെങ്കിലും? കുട്ടി ഇത്രമാത്രം മനോഹരമായിട്ട് എങ്ങനെ നടക്കാൻ? അതെ, ഒന്ന് വഴി മാറിത്തരോ? അല്ല, എനിക്കൊരു മൊഞ്ച് കണ്ടിട്ടേ വല്ലാത്തൊരു ഇഷ്ടം തോന്നുകയാണ്. വിരോധമില്ലെങ്കിൽ ഒന്ന് പോയി തരോ? എനിക്ക് ടൈമില്ല അതിനൊന്നും. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ നമ്പർ ഒന്ന് തന്നാൽ എനിക്കൊന്ന് പറയാണ്ടായിരുന്നു. വേണ്ടെന്നല്ല പറഞ്ഞത്, ഒന്ന് വഴി മാറിത്തരോ? അവൾ വീണ്ടും കൊഞ്ചിക്കുഴഞ്ഞ് അതുവഴി പോകുന്നു. നേരെ ബസ്സിൻ്റെ അരികിലേക്ക്. ബസ് സ്റ്റാൻഡിൽ അവൾ നോക്കി നിൽക്കുന്നു. അപ്പോഴേക്കും രാജേഷ് അവൻ്റെ ബുള്ളറ്റുമായി അങ്ങോട്ടെത്തി.
ആ അല്ല, ബസ് വന്നില്ലേ? ഇന്ന ബസ് ഇല്ലെന്ന് തോന്നുന്നു. അതിനെന്താ? വിരോധമില്ലെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് കയറിക്കൂടെ? നോ, വേണ്ട. ആരെങ്കിലും കണ്ടാലേ. അതില്ലെന്നേ, ഒന്ന് ഷോൾ കൊണ്ട് ശരിക്കൊന്ന് മൂടിയോ പോരെ? അതിനെന്താ? പിന്നെ ബസ്സില്ലെന്ന് കരുതിയിട്ട് ഒരു ഹെൽപ്പ് ഞാൻ ചെയ്യുന്നോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട്? അല്ല, അത് എനിക്ക് പേടിയാണ്. എന്തിന്? അല്ല, ആരൊക്കെ ഉണ്ടെന്ന്. കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് കണ്ടാതെന്നറിയാം. എന്താ, കല്യാണം നോക്കുന്നുണ്ടോ? നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ചാൻസ്. ശരിക്കും പറഞ്ഞാൽ അവളെ നല്ല രീതിയിൽ അവൻ സുഖിപ്പിക്കുകയാണ്. എനിക്കറിയാം കല്യാണം കഴിഞ്ഞിട്ടില്ലാന്ന്. മുഖം കണ്ടാലറിയാം. കണ്ടില്ലേ ആ മുഖത്തിൻ്റെ ഒരു മൊഞ്ച്? പിന്നെ ഈ മൊഞ്ച് ആർക്കും കൊടുക്കല്ലേ കേട്ടോ. അത് എനിക്ക് സ്വന്തമാക്കാൻ അവസരം തന്നൂടെ? അവൾ എന്തൊക്കെയോ തോന്നി തുടങ്ങി. രാജേഷ് അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അതെ, നിങ്ങളൊന്ന് മാറിയെന്നേ. ആരെങ്കിലും കണ്ടാലേ ആകെ വിഷയാവും. എൻ്റെ ഉമ്മച്ചിക്കുട്ടി, അങ്ങനെ അങ്ങ് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്താ, ഞാനിവിടെ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ നിനക്ക് വിരോധമില്ലെങ്കിൽ ഞാനൊരു ബ്രദറിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്ത് ഹെൽപ്പും ചെയ്യാൻ തയ്യാറാണ് കേട്ടോ. കയറിക്കോളൂ വണ്ടിയിൽ. ഓ, അത് വേണ്ട. ഈ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഞാൻ ബൈക്കിൽ കയറിയല്ലേ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കിയാലേ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കും. എങ്ങോട്ട്? അതെ, ആ നമ്പറും തന്നേക്ക്. ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ആളുകൾ ശ്രദ്ധിക്കും. എന്നാ നിൻ്റെത് വേണ്ടെങ്കിൽ എൻ്റെത് ഇതാ. രാജേഷ് അതാ ആ ഒരു നമ്പർ എഴുതിക്കൊണ്ട് ആ ഒരു കടലാസ് അവളുടെ ഇരിക്കുന്ന ആ ബെഞ്ചിൻ്റെ തലപ്പത്ത് വെച്ച് കൊടുക്കുന്നു. അവളത് പെട്ടെന്നെടുത്ത് തൻ്റെ ബാഗിലിടുന്നു. രാജേഷ് അവിടെ നിന്ന് മാറുന്നു. എന്നാൽ കാണാട്ടോ, വിളിക്കണേ. ഓക്കെ. ഹോ, രാജേഷിന് സന്തോഷമാവുകയാണ്. അങ്ങനെ തൻ്റെ ജീവിതത്തിലേക്ക് രണ്ടാമത്തെ ഇര അതാ വന്ന് വീഴാണ്. ഓ, എന്തൊക്കെ തന്നെയാലും മൊഞ്ചുള്ള പെണ്ണാണ്, നല്ല സ്റ്റൈലിഷ് പെണ്ണാണ്, എല്ലാം ഇഷ്ടമാണെന്ന് തോന്നുന്നു. എതിർത്തൊന്നും കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. അവൾ അന്ന് വീട്ടിലെത്തിയത് എങ്ങനെയാണെന്ന് അറിയുന്നില്ല. ശരിക്കും സ്വപ്നലോകത്തിലായിരുന്നു അവൾ ജീവിച്ചിരുന്നത്. ബസ്സിലൂടെ അവൾ യാത്ര ചെയ്യുമ്പോൾ അവളുടെ മനസ്സിൽ അതെ അവൻ്റെ മുഖം തെളിഞ്ഞു വന്നു. ഇത്ര സ്നേഹത്തോടു കൂടെ, ഇത്ര സ്നേഹത്തിൽ എന്നോട് ആരും സംസാരിച്ചിട്ടില്ല. എൻ്റെ ഭർത്താവ് വരെ. എന്തൊരു മൊഞ്ചാണ് നിന്നെ കാണാൻ. നിന്നെ കാണാൻ എത്ര മനോഹരമാണ്. എത്ര മനോഹരമായ കണ്ണുകൾ, മനോഹരമായ മുടിയിഴകൾ, നല്ല തുടുത്ത ലാവണ്യം. ശരിക്കും ഒരു അപ്സര കന്യകയെ പോലെ തന്നെ ഉണ്ട് കേട്ടോ നിൻ്റെ ശരീര സൗന്ദര്യം. അതെന്നെ വല്ലാതെ അങ്ങ് ആകർഷിപ്പിക്കുന്നു പെണ്ണെ. എന്താണെന്നറിയില്ല, എനിക്ക് നിന്നോട് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം, എന്തെന്നില്ലാത്ത ഒരു സ്നേഹം. സത്യമായിട്ടും വിളിക്കാൻ മറക്കല്ലേ മുത്തേ. അവൻ പറഞ്ഞ ആ ഒരു വാക്കുകൾ അവളുടെ മനസ്സിലങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ തന്നെയും ക്ലാസ് കഴിഞ്ഞ് അവളതാ വീട്ടിലേക്ക് കുറച്ചല്പം നടക്കുവാനുണ്ട്. അവൾ ചിരിക്കുന്നു, കളിക്കുന്നു, സന്തോഷിക്കുന്നു. അവളുടെ മനസ്സ് വേറെ എവിടേക്കാണ്. വീട്ടിലെത്തിയിട്ട് വേണം ഒന്ന് വിളിക്കാൻ. ഓഹ്, എന്നിട്ട് വേണം എല്ലാം ഒന്ന് പങ്കുവെക്കാൻ. നല്ല ചെക്കൻ, നല്ല സ്റ്റൈലിഷ് ചെക്കൻ, ബുള്ളറ്റും കാര്യങ്ങളും, നല്ല ഫ്രീക്കൻ മുടിയും, കഴുത്തിലെ ഒരു ചെയിനും ഉണ്ട്. എത്ര മനോഹരമാണ് അതൊക്കെ ഇട്ട് നടക്കുമ്പോൾ കാണുമ്പോൾ. ഞാൻ ആഗ്രഹിക്കുന്നതും ഇതുപോലുള്ള ചെക്കന്മാരെ തന്നെയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ രീതിയിലുള്ള ആ ഒരു ചെക്കൻ്റെ സ്റ്റൈല്. ഉസ്താദ്, അതെനിക്ക് ഇഷ്ടമില്ല. അവർ വെള്ള തൊപ്പിയും വെള്ള ജുബ്ബയും ഞാൻ പർദ്ദയും മുഖംമൂടിയൊക്കെ ഇട്ട് നടക്കുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണ്. ഇത് വളരെയധികം നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാലോ. അന്നായിരുന്നു അവൾ വിളിച്ചിരുന്നത്. ആ നമ്പറിലേക്ക് ഭയത്തോടെയായിരുന്നു അവൾ ഒന്ന് മിസ്സടിച്ചു. എന്നാൽ അപ്പോഴേക്കും തിരിച്ച് കോൾ വരുന്നു. ഹലോ ഹലോ, എൻ്റെ ചക്കര കുട്ടിയല്ലേ? ശരിക്കും അവൾ കോരിത്തെരിച്ചു പോയി. ഹലോ, പിന്നെ എന്നെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കൂല കേട്ടോ. അതെന്താ?
നിന്റെ മൊഞ്ച് കണ്ട് ഞാൻ മയങ്ങിയതാ പെണ്ണെ. സത്യമായിട്ടും നീ എങ്ങനെ ഇത്ര മൊഞ്ചത്തിയായി? ഈ ലോകത്ത് ഒരുപാട് മൊഞ്ചത്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നിന്റെ അങ്കലാവണ്യമുള്ള, നിന്റെ മുഖസൗന്ദര്യമുള്ള, നിന്റെ മനോഹരമായ മുടികളുള്ള, കണ്ണുകളുള്ള ഒരു പെണ്ണിനെ ഞാൻ ആദ്യമായിട്ട് കാണാണ്. സത്യമായിട്ടും ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കും എന്നോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. എന്നാൽ പിന്നീട് എനിക്കിത് മറക്കാൻ കഴിയുന്നില്ലായിരുന്നടി, സത്യമായിട്ടും. എന്നാൽ ആ ഒരു പഞ്ചാര വാക്കുകൾ കേട്ടപ്പോൾ തന്നെ നമ്മുടെ സീനത്ത് അതിൽ വീണുപോയി എന്ന് തന്നെ പറയാം. ഞാൻ ആദ്യം സ്നേഹിച്ച അവൻ ഷെജിൽ, അവനേക്കാളും എത്ര മനോഹരമാണ് ഇവൻ്റെ ആ വാക്കുകൾ. ശരിക്കും ചെവിക്ക് വളരെയധികം സുഖം കിട്ടുന്ന വാക്കുകൾ. അതെ പൊന്നുമോളെ, നീ പേര് പറഞ്ഞില്ല കേട്ടോ. ഞാൻ ചോദിച്ചതുമില്ല. എൻ്റെ പേര് സീനത്ത്. വാവ് സീനത്ത്. ഞാൻ സീന എന്ന് വിളിക്കാം കേട്ടോ. എന്താ, അല്ലെങ്കിൽ സീനു എന്ന് വിളിക്കാം പോരെ? എന്ത് വേണമെങ്കിലും വിളിച്ചോ. അതെ സീനു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? സീനുവിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ഒത്തിരി. അത് കേട്ട് സീനത്ത് കോരിത്തെരിച്ചു. അതെ, ഒരാളും എന്നോട് ഇങ്ങനെയുള്ള ഇത്രക്കും സ്നേഹത്തോടെ വാക്കുകൾ പറഞ്ഞിട്ടില്ല. അവൻ്റെ ശബ്ദത്തിന് പ്രത്യേകമായ ഒരു മാധുര്യം തോന്നി തുടങ്ങുകയാണ്. അവൻ കോൾ ചെയ്യുന്നതിനിടയിലാണ് ഷെഫി ഉസ്താദിൻ്റെ കോളുകൾ വരുന്നത്. അവൾ അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ കട്ട് ചെയ്യുകയാണ്. സ്വസ്ഥമായൊന്ന് സംസാരിക്കാനും സമ്മതിക്കില്ല. അപ്പോഴാണ് ഉമ്മ അത് കേട്ടതും ഷെഫി ഉസ്താദ് എന്ന് കരുതി തെറ്റിദ്ധരിച്ചതും. പക്ഷേ പിറ്റേ ദിവസവും അവൾ വളരെയധികം സ്റ്റൈലിഷായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഉമ്മ കുറേ പറഞ്ഞു, മോളെ ആ മുടിയൊന്ന് മറച്ചാളാ, ഉമ്മാൻ്റെ കുട്ടി നരകത്തേക്കാണ് പോക്ക് പോണത്. വേണ്ടെന്ന് പറഞ്ഞില്ലേ, നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പഴയതിനേക്കാളും ഒന്നും കൂടി മോഡലായിട്ടാണ് അവൾ ഇറങ്ങുന്നത് എന്നുള്ള കാര്യം ഉമ്മാക്ക് മനസ്സിലായി എന്ന് മാത്രമല്ല, ഉമ്മ വിചാരിച്ചു, പഠിച്ചവനെ എല്ലാ തെറ്റുകൾ തൊട്ടും കാത്തു രക്ഷിക്കല്ല, എൻ്റെ കുട്ടി ഇത് കണ്ടാലേ ഓന് സഹിക്കില്ലല്ലോ. ഉമ്മ കണ്ണീർ വാർത്തു. രാജേഷ് ശരിക്കും സീനത്തിനെ നല്ല രീതിയിൽ വലയിൽ വീശിയിട്ടുണ്ട്. സീനത്തിൻ്റെ ജീവിതത്തിൽ ഇനി രാജേഷിൽ നിന്ന് എന്തൊക്കെയോ ഉണ്ടാകും, നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.